जब चंगेज खान आया था तो चंगेज ही छोड़ गया था. मुर्गी आई थी तो एग करी छोड़ गई थी. अफगानिस्तान जब गए थे तो अफगानिस्तान से हम अफगानी चिकन ही ले आए थे. YKSന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മുന്നിൽ കാണുന്ന ഈ ഹോട്ടൽ ന്യൂ മമതയിലാണ് നമ്മൾ മുന്നോട്ടുള്ള ദിവസങ്ങൾ ശ്രീനഗറിൽ താമസിക്കാൻ പോകുന്നത്. നമ്മൾ പെഹൽഗാം യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും രാത്രി ഒരുപാട് വൈകിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പുതിയ ഹോട്ടലിലേക്ക് മാറിയതിൻ്റെ വീഡിയോസ് ഒന്നും അതിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഇവിടെ തന്നെ 4 കാറ്റഗറിയിലുള്ള റൂം അവൈലബിൾ ഉണ്ട്. അതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് മീഡിയം കാറ്റഗറിയിലുള്ളതാണ്. മീഡിയം കാറ്റഗറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സെൻട്രൽ ഹീറ്ററാണ്. അതെന്തായാലും നിർബന്ധമാണെന്ന് നമ്മൾ പ്രത്യേകം അവരോട് പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഹോട്ടലിൽ താമസിച്ചപ്പോഴത്തേക്ക് അവിടെ ബ്ലാങ്കറ്റ് ഹീറ്ററാണ് ഉണ്ടായിരുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നല്ല തണുപ്പ് സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ അകം കംപ്ലീറ്റ് തണുപ്പായിരിക്കും. ബെഡിൽ മാത്രമേ ഹീറ്റർ ഉണ്ടാവുള്ളൂ. അത് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ കാണുന്നതാണ് നമ്മുടെ റൂം. അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമാണ്. അതുപോലെ തന്നെ ബാത്റൂമും ഒക്കെ നല്ല ക്ലീൻ ആണ്. നിങ്ങൾ കാശ്മീരിലേക്ക് വരുന്നത് വിന്റർ ടൈമിലാണെങ്കിൽ കഴിയുന്നതും സെൻട്രൽ ഹീറ്ററുള്ള റൂം എടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഹീറ്റർ അവരോട് ചോദിച്ച് മേടിക്കുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ താഴെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ബൊഫെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ. കംപ്ലീറ്റ് വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉള്ളത്. ഈ ഹോട്ടൽ മൊത്തത്തിൽ വെജിറ്റേറിയൻ ഹോട്ടലാണ്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കാശ്മീരിലെ ബഡ്ഗാം ജില്ലയിൽ ഉൾപ്പെടുന്ന ദൂദ് പത്രിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2730 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദൂദ് പത്രി വാലി ഓഫ് മിൽക്ക് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇന്ന് തൊട്ടുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത് പർവേസ് ഭായിയുടെ സ്വിഫ്റ്റ് കാറിലാണ്. പർവേസ് ഭായ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഇന്നലെ പഹൽഗാമിൽ വന്നിരുന്ന വിശാലിന്റെ ഫ്രണ്ടാണ്. അങ്ങനെ വിശാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നതാണ് പർവേസ് ഭായിനെ. പർവേസ് ഭായിയോടൊപ്പം ആയിരിക്കും ഇനി മുന്നോട്ടുള്ള കാശ്മീർ യാത്രകളെല്ലാം തന്നെ നമ്മൾ പോകുന്നത്. ആളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ടുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ആളുടെ നമ്പരും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശ്രീനഗറിൽ നിന്നും ദൂദ് പത്രിയിലേക്കുള്ള ദൂരം ഏകദേശം 43 കിലോമീറ്റർ ആണ്. എന്നിരുന്നാലും അങ്ങോട്ടേക്ക് എത്താനായിട്ട് കാറിൽ ഏകദേശം 2 മണിക്കൂറോളം ടൈം എടുക്കുന്നുണ്ട്. ദൂദ് പത്രിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് റോഡിന്റെ ഇരുവശത്തും കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് കാശ്മീരിലെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഗ്രാമങ്ങളാണ്. വലിയ രീതിയിലുള്ള വികസനങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ലെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇപ്പോഴും അവരുടെ ഒരു ജീവിത വരുമാനം എന്ന് പറയുന്നത് കൃഷിയാണ്. അതിലൂടെയാണ് അവരുടെ വരുമാനം അവർ കണ്ടെത്തുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് റോഡിന്റെ ഇരുവശത്ത് നമുക്ക് ഒരുപാട് ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ എല്ലാ മരങ്ങളും ഇല പൊഴിച്ച് ഉണങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോടൊപ്പം വന്ന ഡ്രൈവറെ പോലെയല്ല പർവേസ് ഭായ്. നമ്മളുടെ യാത്രയിൽ റോഡിന് ഇരുവശത്തും കാണുന്ന സ്ഥലങ്ങളെക്കുറിച്ചും അവിടെ കാണുന്ന കാഴ്ചകളെക്കുറിച്ചും ഒക്കെ നമ്മൾക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ ആള് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ഇത്തരത്തിലൊരു ഡ്രൈവറെ ആയിരുന്നു ആദ്യം തൊട്ട് കിട്ടേണ്ടിയിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ ഏകദേശം ദൂദ് പത്രിയുടെ അടുത്ത് എത്താറായി. അങ്ങ് ദൂരെ മഞ്ഞു പുതച്ച് നിൽക്കുന്ന മലനിരകളും അതുപോലെ തന്നെ താഴ്വരകളും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഏകദേശം 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ദൂദ് പത്രിയുടെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ എൻട്രൻസിൽ നിന്ന് നമ്മൾ ഒരു 75 രൂപ കൊടുത്തിട്ടുള്ള ഒരു എൻട്രി ടിക്കറ്റ് എടുക്കണം. സാധാരണ അത് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്ന ടാക്സി ഡ്രൈവർമാരാണ് ആ എൻട്രി ഫീസ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മളാണ് ആ എൻട്രി ഫീസ് എടുത്തത്. നമ്മൾ എൻട്രി ഫീസ് എടുത്ത് ഉള്ളിലേക്ക് പോയതിനു ശേഷം വീണ്ടും തിരിച്ചു പുറത്തേക്ക് വന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ലായിരുന്നു. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ATM കാർഡായിരുന്നു. അത് വെച്ചിട്ട് ദൂദ് പത്രിയിൽ ATM മെഷീൻ ഇല്ലാത്തത് കൊണ്ട് വിഡ്രോ ചെയ്യൽ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ പർവേസ് ഭായ് നമ്മളെയും കൂട്ടി തിരിച്ചു വന്ന് ഇവിടെ കുറച്ച് റെസ്റ്റോറന്റുകളുണ്ട്. അതിലൊന്ന് പർവേസ് ഭായിയുടെ ഫ്രണ്ടാണ്. ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള പൈസ മേടിച്ചിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് പോയത്. ആൾക്ക് നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ എൻട്രൻസിൽ നിന്ന് ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് കുത്തനെയുള്ള കയറ്റമാണ്. പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ആ കയറ്റങ്ങളൊക്കെ കയറി അവസാനം നമ്മൾ ദൂദ് പത്രിയുടെ പാർക്കിംഗ് പോയിന്റിലെത്തി. ഇവിടെ വരെ നമ്മൾ വരുന്ന ടാക്സിക്ക് വരാൻ പറ്റുള്ളൂ. ഇനി ഇവിടുന്ന് മുമ്പോട്ട് ഒന്നുകിൽ നമ്മൾ നടന്നു പോകണം, അതല്ലെന്നുണ്ടെങ്കിൽ കുതിരസവാരി എടുത്ത് പോകാനേ പറ്റുള്ളൂ. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ATV ബൈക്കുകളാണ്. പക്ഷെ അതിനിവിടെ ഇവർ ചോദിക്കുന്നത് പെർ ബൈക്കിന് 3000 രൂപയാണ്. നമുക്കിപ്പോൾ 2 പേർക്ക് പോകണമെന്നുണ്ടെങ്കിൽ 6000 രൂപ കൊടുത്ത് 2 ബൈക്ക് എടുക്കണം. നമ്മൾ എന്തായാലും ബൈക്ക് വേണ്ടെന്ന് വെച്ചിട്ട് കുതിരസവാരിയാണ് ചൂസ് ചെയ്തത്. നമ്മൾക്ക് 2 കുതിരയ്ക്ക് 2500 രൂപയാണ് അവർ പറഞ്ഞത്.
ദൂതുപത്രയിൽ ശരിക്കും ടൂറിസ്റ്റ് സ്പോട്ടുകൾ എന്ന് പറയുന്നത് 6 എണ്ണമാണുള്ളത്. അത് ഇവർ പറയുന്നതാണ്, ശരിക്കും നമ്മൾക്ക് അറിയത്തില്ല അതിനെക്കുറിച്ചിട്ട്. ഇവരോടൊപ്പം പോയി നോക്കിയാലേ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കുതിര സവാരി തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു വ്യൂ പോയിന്റ് പോലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി. ഇവിടെ ശരിക്കും കാണുന്ന ഈ വീടുകൾ എന്ന് പറയുന്നത് നൊമാഡുകളായിട്ടുള്ള ആട്ടിടയന്മാർ വന്ന് താമസിക്കുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പും ഉള്ള വീഡിയോസിലും നമ്മളിത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ അടുത്ത് നമുക്ക് ആ വീടുകളും മറ്റും കാണാൻ പറ്റും. വർഷത്തിൽ 6 മാസമാണ് ഈ ആട്ടിടയന്മാർ ഇവിടെ ഉണ്ടാവുക. അത് കഴിയുമ്പോഴത്തേക്ക് അവർ ആടുകളെയും കൂട്ടി ഇവിടെ നിന്ന് അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഇതാണ് നമ്മളോട് പറഞ്ഞ ദൂതുപത്രയിലെ 1ാമത്തെ ടൂറിസ്റ്റ് സ്പോട്ട്. ഈ വീടുകൾ ഉണ്ടാക്കിയിരിക്കുന്ന അത്രയും ചെളി കുഴച്ചുള്ള കട്ടകൾ കൊണ്ടാണ്. മേൽക്കൂരയാണെങ്കിൽ പൈൻ മരത്തിന്റെ തടികളും അതിന്റെ ഇലകളും വെച്ചിട്ടാണ് മുകൾ ഭാഗം മേഞ്ഞിരിക്കുന്നത്. കാഴ്ചയ്ക്ക് വലിയ ഉറപ്പൊന്നും തോന്നുന്നില്ലെങ്കിലും ഏകദേശം 10 തൊട്ട് 15 വർഷം വരെ യാതൊരുവിധ മെയിൻ്റനൻസും വേണ്ടാതെ ഈ വീടുകൾ ഇങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് ഇവർ പറയുന്നത്. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി. നമ്മൾ അവിടെ നിന്ന് കുറച്ചു ദൂരം കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇനി വന്ന് എത്തുന്നത് ഒരു ചെറിയ മെഡോസ് ആണ്. ഇവിടെ അത്രയും കംപ്ലീറ്റ് മഞ്ഞു മൂടി കിടക്കുകയാണ്. നമ്മൾ ദൂതുപത്രയിലേക്ക് വരുന്നത് സമ്മർ ടൈമിലാണെങ്കിൽ വിവിധ നിറത്തിലും വർണ്ണത്തിലും ഉള്ള ഒരുപാട് പൂക്കൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവരിവിടെ പറയുന്ന 6 അട്രാക്ഷനുകളിൽ ഒന്നാണ് ഈ മെഡോസും ഇവിടുത്തെ പൂക്കളും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ മഞ്ഞുകാലമായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മഞ്ഞല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കുന്നതല്ല. ഈ കാണുന്ന ചെടികൾ അത്രയും തന്നെ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിരിയുന്ന ചെടികൾ. ഇപ്പൊ ഈ മഞ്ഞ് വീണ് കിടക്കുന്നത് കൊണ്ട് ഇതെല്ലാം ഇല പൊഴിച്ച് നിൽക്കുകയാണെന്ന് മാത്രം. നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ സ്റ്റേജ് പോലെ കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലം കാണാം. ഋഷിഖൽ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. നമ്മൾ കുറച്ചു മുമ്പ് കണ്ട മൺവീടുകളിൽ താമസിക്കുന്ന ആട്ടിടയന്മാർക്ക് കുട്ടികൾ ഉണ്ടായാൽ കുട്ടികൾക്ക് 40-ാം ദിവസം തലമുടി മുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കാശ്മീർ ഗവൺമെന്റ് പണിത് നൽകിയിരിക്കുന്ന സ്ഥലമാണിത്. ഇത് പൂർണ്ണമായിട്ടും അവരുടെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരമായിട്ടൊരു ഗവൺമെന്റ് ഇല്ലാതിരുന്നത് കാരണം ഇതിന്റെ പണി കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ്. നമ്മൾ അവിടെ നിന്ന് നടന്ന് നേരെ ഇനിയൊരു റോഡിലേക്കാണ് വന്ന് കയറുന്നത്. റോഡിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ATV ബൈക്ക് ഒരു ഗട്ടറിൽ വീണ് കിടക്കുന്നതാണ് കണ്ടത്. നമ്മൾ ആ റോഡിലൂടെ കുറച്ചു ദൂരം മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ആട്ടിടയന്മാരുടെ വീടുകൾ നിരവധിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് വീടുകൾ ഇവിടെ ഉണ്ട്. നമ്മളെ കൊണ്ടുവന്ന കുതിരക്കാർ ഇവിടെ നിന്ന് നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകാതെ കണ്ട് ഇവിടുന്ന് തന്നെ താഴേക്ക് ഇറക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതെന്താണ് അങ്ങോട്ട് കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലെന്നാണ്. അവസാനം നമ്മളുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ നമ്മളെ ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതാണ് ശരിക്കും ഉള്ള ദൂതുപത്ര എന്ന് പറയുന്നത്. നമ്മളെ മാത്രമല്ല നമ്മളോടൊപ്പവും നമുക്ക് മുന്നേ പോയവരെ ആരെയും ഈ കുതിരപ്പുറത്ത് വന്നവരെ ഒരാളെ പോലും അവർ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ വന്ന് നിന്ന് വീണ്ടും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സമയം പോകുന്നത് കൊണ്ട് അവർ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് അവർ അതുവഴി ഷോർട്ട് കട്ട് വഴി കറക്കി കൊണ്ടുപോവുക ചെയ്യുന്നത്. നമ്മൾ സമ്മറിലാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ വന്ന് ടെന്റ് അടിച്ച് താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് പ്രത്യേകം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷൻ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഇവിടെ 1-2 ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ അത് ബുക്ക് ചെയ്ത് വരാവുന്നതാണ് ഇവിടേക്ക്. ഇവിടെ 1-2 റെസ്റ്റോറന്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ അടഞ്ഞു കിടക്കുവാണ്. കാരണം ഇപ്പൊ ഇത് സീസൺ അല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഇവിടേക്ക് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളുടെ ദൂതുപത്ര യാത്ര എന്ന് പറയുന്നത് വലിയൊരു വേസ്റ്റ് ആയി പോകുമായിരുന്നു. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മളെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ആ ഒരു റിവറും വാട്ടർഫോൾസും കാണിക്കാനായിട്ടാണ് ഇവരിനി നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളോടൊപ്പം ഈ കുതിരപ്പുറത്ത് വരുന്ന ആരെയും തന്നെ ഇവർ ആ മുകൾ ഭാഗത്തേക്ക് നമ്മൾ പോയ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടില്ലെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇവിടുത്തെ ഒരു വലിയ ചീറ്റിംഗ് ആണ്.
ഏകദേശം ഒരു 10 മിനിറ്റ് കുതിര സവാരിക്ക് ശേഷം നമ്മൾ നേരെ ഷാലിഗംഗയുടെ അടുത്തെത്തി. നമുക്ക് മുന്നിൽ ഈ കാണുന്നതാണ് ഷാലിഗംഗ നദി. മഞ്ഞുകാലമായതിനാൽ ഇവിടെ ഇപ്പോൾ വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്. അതേസമയം മഴക്കാലത്ത് വളരെയധികം നിറഞ്ഞൊഴുകുന്ന ഒരു നദിയാണിത്. നമ്മൾ വരുന്ന സമയത്ത് ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട്. ടൂറിസ്റ്റുകളെക്കാൾ ഇവിടെ അധികം ഉള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ കച്ചവടക്കാരും പിന്നെ കുതിരസവാരിക്കാരുമാണ്. കുറച്ചധികം ചെറുപ്പക്കാർ ഇവിടെയും ഉണ്ട്. നമുക്ക് റീൽസും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിച്ചാൽ മതി. അവരും നമ്മളെ നിർബന്ധിക്കുകയോ എടുക്കുകയൊന്നുമില്ല. അതുപോലെ അവരെടുത്ത് തരുന്ന വീഡിയോസോ ഫോട്ടോസോ നമുക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം നമുക്ക് ഇഷ്ടമുള്ള തുക അവർക്ക് കൊടുക്കാവുന്നതാണ്. അവർക്ക് നിർബന്ധമൊന്നുമില്ല ഇത്ര രൂപ വേണമെന്ന്. വെള്ളത്തിന്റെ അളവ് വളരെ കുറവായിട്ട് കൂടെ ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഇവിടെ ഒരു ചെറിയ തടി കൊണ്ടുള്ള പാലമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് കടന്നു പോയിട്ട് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് നടക്കണം. തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കംപ്ലീറ്റ് ഉരുളൻ കല്ലുകളാണ് ഇവിടെ. ദൂദ്പത്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഷാലിഗംഗ റിവർ. നിങ്ങൾ ദൂദ്പത്രി വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കണമെന്നുള്ളതാണ്. കുറച്ചേറെ നേരം നമ്മൾ അവിടെ സമയം ചെലവഴിച്ച് അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കുറച്ച് റീൽസും ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്. ഇവിടെ ഇനി നമുക്ക് പോകാൻ ബാക്കിയുള്ളതെന്ന് പറയുന്ന 3 സ്പോട്ടുകളാണ്. ഒന്നൊരു ദർഗയുണ്ട് ഇവിടെ, പിന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു വാലിയുണ്ട്. ഈ 3 സ്ഥലമാണ് ഇനി നമുക്ക് കാണാൻ ബാക്കിയുള്ളത്. നമുക്ക് മുന്നിൽ ഈ കാണുന്നതാണ് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ആ ഒരു വ്യൂ പോയിന്റ്. ഇതാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ കുതിരക്കാർ നമ്മളോട് പറഞ്ഞത് സവാരി അവസാനിച്ച് ഇനി മറ്റൊരു സ്ഥലവും കാണാനില്ലെന്നുള്ളതാണ്. ഒടുവിൽ നമ്മൾ അവരോട് വഴക്കിടുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴത്തേക്ക് അവർ നമ്മളെ തിരിച്ചു കൊണ്ടുപോയി ദർഗ കാണിച്ചു തരാമെന്ന് സമ്മതിക്കുകയുണ്ടായി. നമ്മൾ ദർഗ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതെന്ന് പറയുന്നത് നമ്മൾ കുറച്ചു മുമ്പ് വന്ന ആ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ദർഗ ഉള്ളത്. എന്നിട്ട് പോലും അവർ നമ്മളോട് ആ ദർഗയെ കുറിച്ച് പറയുകയോ ആ ദർഗ കാണിച്ചു തരുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മൾ ആ കുതിരപ്പുറത്ത് വന്ന അത്രയും സമയം തന്നെ വീണ്ടും നമ്മൾ ഇവിടേക്ക് വരേണ്ടി വന്നു. ഇനി തിരിച്ചും ഇതുപോലെ തന്നെ പോകണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എന്തായാലും ഇവിടുന്ന് പോയിട്ട് ആ വാട്ടർഫോൾസ് കാണാനായിട്ടുള്ള സമയം ഉണ്ടാകത്തില്ല. ഈ കാണുന്നതാണ് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ ആ ദർഗ. ഇത് കാണിക്കാവുന്ന നമ്മളോട് നമ്മൾ കുതിരസവാരി എടുക്കുമ്പോൾ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇതാണ് അവർ സ്കിപ്പ് ചെയ്ത് കൊണ്ടുപോയത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം അടച്ചിട്ടേക്കുവാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനകളൊന്നും നടക്കുന്നില്ല. എന്നിരുന്നാലും നമുക്ക് വന്ന് കയറി കാണാവുന്നതാണ്. നിങ്ങൾ ദൂദ്പത്രിയിൽ വരുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങളോട് ഇവർ കുതിര സവാരി എടുക്കുമ്പോഴത്തേക്ക് ഇവർ നിങ്ങളോട് ഒരുപാട് സ്ഥലങ്ങൾ പറയും. പക്ഷെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും ഇവർ നിങ്ങളെ കൊണ്ടുപോകത്തില്ല. ഇവർ ചുറ്റിക്കറക്കി നിങ്ങളെ കൊണ്ടുപോയി ആ റിവറിന്റെ സൈഡിൽ മാത്രം കൊണ്ടുപോയിട്ട് തിരിച്ചിവിടെ കൊണ്ടുവന്നാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ദൂദ്പത്രിയിലേക്ക് വരുന്നത് നിങ്ങളുടെ സ്വന്തം വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടിയുമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാവുന്നതാണ്. അതേസമയം ടാക്സിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ടാക്സി നമ്മളവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഈ പറയുന്ന പോലെ ATVയോ അല്ലെങ്കിൽ കുതിരസവാരിയോ ഉള്ളു നമുക്ക് പോകാനുള്ള മാർഗം. ശരിക്കും ദൂദ്പത്രിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം നടക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നുപോയി കാണാവുന്ന കാഴ്ചകൾ മാത്രമാണ് ദൂദ്പത്രിയിലുള്ളത്. അതല്ലാതെ ഈ പറയുന്ന ATVയോ കുതിരസവാരിയോ നിങ്ങൾ എടുക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നടന്ന് കാണാവുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളവിടെ നിന്ന് തിരികെ വരുന്ന വഴിക്കാണ് ഇവിടെ ഒരു ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ മഞ്ഞ് വീണ ഐസായി കിടക്കുവാണ്.
നിങ്ങൾ വിന്ററിലാണ് കാശ്മീരിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ദൂതുപത്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണാൻ ഒന്നും തന്നെ ഇല്ലെന്നുള്ളതാണ് ഈ ഷാലിഗംഗ റിവർ അല്ലാതെ. നിങ്ങൾ സമ്മറിലാണ് ദൂതുപത്രിയിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിലും മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. വിന്ററിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ കംപ്ലീറ്റ് മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ചുള്ളൊരു കാഴ്ചകളൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല. നമ്മൾ ഇവിടേക്ക് വന്നത് മഞ്ഞ് വീഴ്ചയുടെ തുടക്കത്തിലായത് കാരണമാണ് ഇങ്ങനെ ഒരു വ്യൂ ഇവിടെ കാണുന്നത്. അതേസമയം ജനുവരി ഏകദേശം ഫസ്റ്റ് വീക്കോട് കൂടി ഇവിടെ കംപ്ലീറ്റ് മഞ്ഞ് വന്ന് മൂടി മറ്റൊരു വ്യൂ ആയിരിക്കും ഇവിടെ ലഭിക്കുന്നത്. ഏകദേശം ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടി ഈ പ്രദേശങ്ങൾ കംപ്ലീറ്റ് മഞ്ഞ് മൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ വന്നപ്പോൾ മഞ്ഞ് വീഴ്ചയുടെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ സമ്മറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മൊത്തം പച്ചപ്പ് നിറഞ്ഞ് ഒരുപാട് പൂക്കളും ഒക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു കാഴ്ചയായിരിക്കും നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്ക് എന്തായാലും തിരിച്ചു പോകാനുള്ള സമയമായി. ഒരുപാട് സമയം ഇനി നമുക്കിവിടെ ചെലവഴിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വാട്ടർഫോൾസ് കാണാനായിട്ട് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുതിര സവാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ എത്തി. നമ്മളിനി നേരെ ശ്രീനഗറിലേക്ക് തിരിച്ചു പോവുകയാണ്. ദൂതുപത്രി ശരിക്കും അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്തെ അനുസരിച്ചിട്ടിരിക്കും. ആലിയ ഭട്ടിന്റെ റാസി എന്ന് പറയുന്ന മൂവിയിലെ ഒരുപാട് രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ദൂതുപത്രിയിലെ ഈ പ്രദേശങ്ങളിലൊക്കെ വെച്ചിട്ടാണ്. നമ്മൾ ദൂതുപത്രിയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അവിടുന്ന് തിരികെ ഇറങ്ങി താഴേക്ക് എത്തുമ്പോഴത്തേക്കും സമയം ഏകദേശം വൈകുന്നേരം 4 മണിയോട് അടുത്തിരിക്കുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം ഒന്നും കഴിക്കാത്തത് കാരണം നല്ല വിശപ്പുണ്ട്. തന്നെയുമല്ല നമുക്ക് പർവേസ് ഭായിയുടെ ഫ്രണ്ടിന് നമ്മൾ മേടിച്ച പൈസ തിരികെ കൊടുക്കുകയും വേണം. मक्की का रोटी कौन की रोटी है मक्की का रोटी, हाँ सरसों का साग। इसका साथ क्या आता है? इसके साथ है सर अचार आप कर लो पिकल आता है। टेस्ट कर लो आप एक। हाँ ये होती है वो हाँ वो फ्लावर जो काम दी गई है। सच आप कहाँ पे होगे? सबसे बेस्ट रहता है ये एक हमारे। लेना है हमें, एक लेना है, एक लेने यही वाला ले लीजिए। फिर उनको ठंडी पड़ेगी. ദൂതുപത്രിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് മക്കി റൊട്ടി സർസോം കാ സാഗ്. കൂടാതെ നംകിൻ ടീ. തണുപ്പ് സമയത്ത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. റൊട്ടി ഉണ്ടാക്കുന്നത് കോൺഫ്ലവർ വെച്ചിട്ടും അതുപോലെ തന്നെ സർസോം കാ സാഗ് എന്ന് പറയുന്നത് ഒരുതരം പച്ചില വെച്ച് ഉണ്ടാക്കുന്ന കറിയാണ്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ പൊടിയെടുത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടും ഫ്രഷ് ആയിട്ടും ഉണ്ടാക്കുന്നതാണ് റൊട്ടി. അതിനോടൊപ്പം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാഗും അതുകൂടാതെ 2 തരത്തിലുള്ള അച്ചാറും നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടും. ഒരു പ്ലേറ്റിന് ഇവർ മേടിക്കുന്നതെന്ന് പറയുന്നത് 80 റുപ്പീസ് ആണ്. ഒരു റൊട്ടിയും അതിന്റെ കൂടെ സാഗും 2 ടൈപ്പുള്ള അച്ചാറുമാണ് ആ 80 രൂപയുടെ പ്ലേറ്റിൽ ഉണ്ടാകുന്നത്. അവിടെ നിന്നും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള മക്കി കെ റൊട്ടി, സർസോം കാ സാഗ്, അതുപോലെ തന്നെ കാശ്മീരി ഗാവ ഇതൊക്കെ വയറ് നിറച്ച് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചത്. കൂടാതെ 5-6 റൊട്ടി നമ്മൾ പാർസലും മേടിച്ചിട്ടുണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഈ കാണുന്നതാണ് കാശ്മീരി ഖാങ്കടി. ഇവിടെ തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് ഇവർ ഇതിനകത്ത് കരിയിട്ട് കത്തിച്ചിട്ട് അവരുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചോണ്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇരിക്കുന്ന സമയത്തും അവരത് ഡ്രസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പർവേസ് ഭായിയോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കൊരു കാശ്മീരി ഖാങ്കടി വാങ്ങണമെന്ന്. വരുന്ന വഴിക്ക് നമ്മളൊരു കടയിൽ ഖാങ്കടി മേടിക്കാനായിട്ട് നിർത്തിയതാണ്. അങ്ങനെ ആ കടയിൽ നിന്ന് 300 രൂപ കൊടുത്ത് നമ്മൾ ഒരു കാശ്മീരി ഖാങ്കടി മേടിച്ചു. ഇവർ ഈ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ പേരാണ് ഫറൻ. ഈ ഫറനും കാശ്മീരി ഖാങ്കടിയും ഇവർക്ക് തണുപ്പ് കാലത്ത് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ്. തണുപ്പ് കാലത്ത് ഈ ഖാങ്കടിയിൽ തീ നിറച്ച് ഈ ഫറനിന്റെ ഉള്ളിൽ പിടിച്ചുകൊണ്ടാണ് ഇവർ പുറത്തൊക്കെ നടക്കുകയും വീട്ടിൽ ഇരിക്കുന്ന സമയത്തും ഒക്കെ ഇവർ ഇവരുടെ കയ്യിലുണ്ടാവും. ദൂതുപത്രിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ ശ്രീനഗറിലേക്ക് എത്തി. വൈകിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാണ്. चंगेज खान जब आया था तो वो चंगेजी छोड़ गया था। हाँ जब चंगेज खान आया था तो चंगेजी छोड़ गया था। मुर्गी आई थी तो एग करी छोड़ गई थी। अफगानिस्तान जब गए थे तो अफगानिस्तान से हम अफगानी चिकन ही ले आए थे। अफगानी चिकन यही है? हाँ जी दादा।
ये क्या होता है? अपना जब हमारा गोलू चिकन मसाला बना हुआ था, जब हमारे स्पेशल मसाले जो आते हैं गोलू चिकन मसाला, हमारा जैसे MDH हो गया, अंग अंग फड़का, ऐसी हमारा आता है गोलू मसाला। MDH में मिलेगा ये? हाँ जी दादा, ये हो गया अपना चिकन कीमा, सबसे एक नंबर डिश, अपना कश्मीरी वासमान। इसमें क्या बनता है? आपका रिश्ता हो गया। अभी तो बहुत आइटम्स इसमें खत्म हो गए क्योंकि क्राउड्स बहुत होता है अल्हम्दुलिल्लाह हमारे पास। अपना इसमें रोगन जोश होता है, मटन होता है, कबाब हो गए, रिश्ते मटन बॉल हो गए, पाए हो गए। पाए में जैसे कि आप देख सकते हैं खाली हड्डी बची है, पाए सब खा चुके हैं लोग। तो अभी हम लोग हड्डी खाने का है? नहीं नहीं, जब आप हमें ऑर्डर देंगे हम आपको तब खिलाएंगे। तो अभी हम पाए ऑर्डर करेंगे तो क्या देगा? कराएगी ना हम, वो हम ऊपर से आपके लिए स्पेशल मंगवाएंगे क्योंकि स्टीम पे हमारा लगा होता है। जितना बिक जाए पक्का अभी मैं पाया ऑर्डर करेगा तो क्या देगा? 101% आपको खिलाएगी। तो 2 പായ दे दो। टेक सीट। ഇവരെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് രാവിലെ പരിചയപ്പെട്ടതാണ്. ഷിബിലിയും നിസിനും വികാസും. ഇവർ 3 പേരും നാട്ടിൽ നിന്ന് ബൈക്ക് ഓടിച്ച് കാശ്മീരിലേക്ക് വന്നതാണ്. ഇവരും കാശ്മീരിലെത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇവരും നാളെ തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക്. അതുപോലെ തന്നെ നമ്മളും നാളെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകും. അവരോട് ഒരുമിച്ച് രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരികെ റൂമിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. കാശ്മീരിലെ മറ്റു കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.